ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ ഫോണിലേക്ക് വന്നിരിക്കുന്ന അപ്ഡേറ്റിനെ കുറിച്ചാണ്. അങ്ങനെ പറയാൻ കാരണം വാട്സപ്പ് അപ്ഡേറ്റുകൾ എല്ലാവരുടെ ഫോണിലേക്കും ഒരുമിച്ചല്ല അയക്കുക. നമുക്കറിയുന്നത് പോലെ തന്നെ ആദ്യം ബീറ്റാ വേർഷനിലേക്കാണ് അയക്കുന്നത്. അതിനുശേഷമാണ് നമ്മളെ പോലുള്ള സാധാരണ ആളുകൾക്ക് അതിന്റെ അപ്ഡേറ്റ്സ് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്യേണ്ടത് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനായി നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മളൊന്ന് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ആയി വന്നിട്ടുണ്ടോ എന്നുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ അടിപൊളി ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. ഞാൻ മൊബൈൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് പറയുന്നത്. ഇവിടെ വാട്സപ്പിൽ നമുക്കിവിടെ വാട്സപ്പ് കാണാം. അവിടെ നമുക്ക് തൊട്ട മുകളിൽ നമുക്ക് ഫോണിന്റെ കോൺടാക്ട്സ് ഇല്ലേ, അത് കാണും. ഇത് തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് അല്ലേ. ഫോണിന്റെ കോൺടാക്ട്സിൽ നമുക്ക് ഒരു ഓപ്ഷൻ നമ്മുടെ വാട്സപ്പിലും കൂടി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഇവിടെ കാണാൻ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രൊഫൈലുകൾ കാണാൻ സാധിക്കും അല്ലെ. ഇതിലൊക്കെ നമ്പർ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും വാട്സപ്പിൽ തന്നെ. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞുതരാൻ പോകുന്നത്, ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു പ്ലസ് മാർക്ക് കാണിക്കുന്നുണ്ട്. ആ പ്ലസ് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് സെലക്ട് കോൺടാക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഏറ്റവും ടോപ്പിൽ സെലക്ട് കോൺടാക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. അവിടെ തൊട്ടടുത്ത് ഒരു സെർച്ച് ബട്ടൺ കാണിക്കുന്നുണ്ട്. ഒരു സെർച്ചിന്റെ ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ എന്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഒരു ഡയലർ പാഡ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സാധാരണ നമ്മുടെ ഫോണിന്റെ കോൺടാക്ട്സ് നമുക്കറിയാലോ, ഫോണിന്റെ ഡയലർ പാഡ് പോലെ തന്നെ ഇവിടെ നമ്മൾ ആരെങ്കിലും വിളിക്കണമെന്നുണ്ടെങ്കിൽ അറിയാത്ത നമ്പറിലാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യാനുള്ള ഡയലർ പാഡ് പോലെ തന്നെ വാട്സപ്പിൽ ഒരു ഡയലർ പാഡ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഡയലർ പാഡിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത നമ്പർ ആണെങ്കിലും ഇനി അറിയുന്ന നമ്പറുകളാണെങ്കിലും, ഇനിയിപ്പോൾ നമുക്ക് ഒരാളെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ നമ്പറുകൾ സേവ് ചെയ്ത് വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഡയലർ പാഡ് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെയാണ് വരിക. ഇവിടെ ഞാനൊരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആ നമ്പർ കണ്ടില്ലേ, ഇതിൽ എൻ്റെ ഫോണിൽ സേവ് അല്ലാത്ത നമ്പറാണ്. കണ്ടില്ലേ, ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചാറ്റ് ചെയ്യണമെങ്കിൽ ചാറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ന്യൂ കോൺടാക്ട് ആയിട്ട് നമുക്കിത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ന്യൂ കോൺടാക്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ നമ്പർ സേവ് ചെയ്യാനും അവരായിട്ട് ചാറ്റ് ചെയ്യാനും വേണ്ടി സാധിക്കും. ഇവിടെ ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് ചാറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നേരെ അവരുടെ എൻ്റെ ഫോണിൽ നമ്പർ സേവ് ചെയ്യാത്ത ആളുടെ നമ്പറിലേക്ക് നമുക്ക് ജസ്റ്റ് ഒരു ഹായ് അയക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇത് പണ്ട് നമുക്ക് സാധ്യമല്ലായിരുന്നു. കാരണം പണ്ട് നമ്മൾക്ക് ഓരോ കോൺടാക്റ്റുകൾ സേവ് ചെയ്താൽ മാത്രമേ അവർക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കുള്ളൂ. ഇത് നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കി